ഹായ്, നമസ്കാരം കൂട്ടുകാരെ. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യൻ്റെ ശരീരഗന്ധത്തെക്കുറിച്ചും അതെങ്ങനെ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാകുന്നു എന്നതിനെക്കുറിച്ചുമാണ്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ പേരുണ്ട്, ഓരോ മുഖമുണ്ട്, ഓരോ വിരലടയാളമുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയോ, ലോകത്തിലെ 800 കോടി ജനങ്ങളിൽ ഓരോരുത്തർക്കും തികച്ചും വ്യത്യസ്തമായ ഒരു ഗന്ധമുണ്ടെന്ന്. നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ശരീരത്തിന് പ്രകൃതിദത്തമായ ഒരു കെമിക്കൽ സിഗ്നേച്ചർ ഉണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാം. എന്തുകൊണ്ടാണ് നമ്മുടെ മണം മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ജീനുകൾ, 2 നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയകൾ. നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന MHC എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ജീനുകളാണ്. MHC എന്ന് പറഞ്ഞാൽ മേജർ ഹിസ്റ്റോ കോമ്പാറ്റിബിലിറ്റി കോംപ്ലക്സ് എന്ന് പറയും. അപ്പോൾ ഈ MHC എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ജീനുകളാണ് നമ്മുടെ ശരീരഗന്ധം തീരുമാനിക്കുന്നത്. ഈ ജീനുകൾ ഓരോ മനുഷ്യനിലും വ്യത്യസ്തമായാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം പുറപ്പെടുവിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ അളവും വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു വിരലടയാളം പോലെ തന്നെ ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ ഈ ഗന്ധം എന്ന് പറയുന്നത്. നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും മൃഗങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നായ്ക്കൾക്ക്. കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസ് നായകളെ ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് ഒരാളെ മാത്രം നായ്ക്കൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് അവരുടെ ഈ സവിശേഷമായ ശരീരഗന്ധം തിരിച്ചറിയുന്നത് കൊണ്ടാണ്. അതിലും അത്ഭുതകരമായ മറ്റൊരു കാര്യമുണ്ട്. ഒരേ വീട്ടിൽ താമസിക്കുന്ന, ഒരേ ഭക്ഷണം കഴിക്കുന്ന ഇരട്ട കുട്ടികൾക്ക് പോലും നേരിയ തോതിൽ വ്യത്യസ്തമായ ഗന്ധമായിരിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി ഇതിൻ്റെ ഫ്യൂച്ചർ ടെക്നോളജിനെ കുറിച്ചിട്ട് പറയാം. ഭാവിയിൽ വിരലടയാളത്തിന് പകരം ഒരാളുടെ മണം പരിശോധിച്ചുകൊണ്ട് സെക്യൂരിറ്റി ലോക്കുകൾ തുറക്കുന്ന സാങ്കേതിക വിദ്യ വരാൻ പോകുന്നു എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അതായത് നമ്മുടെയൊക്കെ ഫോൺ അൺലോക്ക് ചെയ്യാൻ നമ്മൾ വെറുതെ ഒന്ന് അതിൻ്റെ അടുത്ത് നിന്നാൽ മാത്രം മതി, പരിപാടിയൊക്കെ അത് നോക്കിക്കോളും. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ അത്ഭുതത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും മുമ്പ് ചിന്തിച്ചിട്ടുണ്ടോ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതൊരു പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള അൺനോൺ ആയിട്ടുള്ള ഫാക്ട്സുകൾക്കായിട്ട് നമ്മുടെ കൂടെ കൂടുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം അതുവരെയ്ക്കും